എൻ്റെ ഇന്നത്തെ ബ്രൈഡൽ വർക്ക് വരുന്നത് ചാരുമൂടാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല ദൂരമുണ്ട്. അപ്പം നമ്മൾ വെളുപ്പിന് ഒരു 4:30 കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ വണ്ടി നിർത്തി ഒരു ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നു. ആ ദിവസം നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും ഒന്നും അവനെയും കൊണ്ട് ബ്രൈഡൽ വർക്കിന് പോകത്തില്ല, പക്ഷേ ഇന്ന് അവനെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല പാടമൊക്കെ കണ്ട് നല്ല ആസ്വദിച്ചായിരുന്നു കേട്ടോ രാവിലത്തെ യാത്ര. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രൈഡ് മാര്യത്ത് കുറേ മാസങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ബ്രൈഡൽ വർക്കിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തത്. മാര്യത്തൊരു ഹാഫിലത്തും കൂടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേക സന്തോഷം എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഹാഫിലായിട്ടുള്ള ഒരു കുട്ടീനെ ഒരുക്കുന്നത് കേട്ടോ. ഹിജാബ് ലുക്ക് ചെയ്യുന്നത് കൊണ്ട് ആദ്യം തന്നെ ഞാൻ മേക്കപ്പ് ആണ് കേട്ടോ ഫിനിഷ് ചെയ്തത്. അതിനുശേഷം ഹിജാബ് റോൾ ചെയ്യാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്ത ബ്രൈഡൽ ഡ്രസ്സിൻ്റെ കൂടെയുള്ള ഹിജാബ് ഒട്ടും ചേരുന്നില്ലായിരുന്നു കേട്ടോ. അത് മാത്രമല്ല ഹിജാബിന് അത് റോൾ ചെയ്യാൻ പറ്റിയ മെറ്റീരിയലും അല്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ ബ്രൈഡിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഓഫ് വൈറ്റ് കളറുള്ള ഒരു മൊജ ബ്രാൻഡിൻ്റെ നല്ലൊരു ഹിജാബാണ് കേട്ടോ പെയർ ചെയ്തത്. അങ്ങനെ പിന്നെ അവർ പറഞ്ഞ സമയത്ത് തന്നെ മേക്കപ്പും ഹിജാബ് റോളിങ്ങും ഓർണമെന്റ്സ് അതിന്റെ അറേഞ്ച്മെന്റ്സും എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാര്യത്ത് ഒരുങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടുകാരെല്ലാം വന്ന് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ പിന്നെ നമ്മൾ വർക്കൊക്കെ ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. നല്ല ടയേർഡാണ്. അപ്പം നമ്മൾ നേരെ പോകുന്നത് കായംകുളത്തേക്കാണ്. കാരണം ഫൊമിതയുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ഇപ്പോൾ രാവിലെ നോൺ വെജ് ഒന്നും കഴിക്കാനുള്ളൊരു മൂഡല്ലായിരുന്നു. പിന്നെ നല്ല ഉറക്കക്ഷീണം ഉണ്ടായതുകൊണ്ട് നല്ലൊരു കോഫിയൊക്കെ വാങ്ങിച്ചു കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.